ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2024 സീസണിൽ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ്. ആദ്യ 9 മത്സരങ്ങൾ കഴിയുമ്പോൾ 16 പോയിന്റുമായി ലീഗിൽ ഒന്നാം സ്ഥാനക്കാരായിരുന്നു അവർ. ബാറ്റിംഗിലും ബൗളിംഗിലുമെല്ലാം ആധികാരിക പ്രകടനം കാഴ്ചവെച്ച രാജസ്ഥാൻ റോയൽസ് ഇത്തവണ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമാകുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. തുടർച്ചയായ 3 കളികളിൽ പരാജയം. ഇതോടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മുന്നിൽ അവർക്ക് ഒന്നാം സ്ഥാനവും നഷ്ടമായി. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് പരാജയപ്പെട്ടതോടെ ടീം കൂടുതൽ പരുങ്ങലിലായി. പ്ലേ ഓഫ് യോഗ്യത നേടാൻ ഒരു ജയം മാത്രം ആവശ്യമായ രാജസ്ഥാൻ റോയൽസ് ഇങ്ങനെ പരുങ്ങുന്നത് ആരാധകരെ നിരാശയിലേക്ക് തള്ളിയിട്ടു. അതേസമയം രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായ 3 കളികളിൽ തോറ്റതോടെ അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് പോലും നേരിയ ഭീഷണി ഉയർന്നു. പക്ഷേ ശേഷിക്കുന്ന 2 കളികളിൽ ഒന്നിൽ വിജയിച്ചാൽ മറ്റു ഫലങ്ങളെ ആശ്രയിക്കാതെ തന്നെ പ്ലേ ഓഫിലെത്താൻ ടീമിന് കഴിയും. എന്നാൽ അടുത്ത മത്സരം കളിക്കുന്നതിന് മുമ്പേ പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിക്കാനും രാജസ്ഥാന് മുമ്പിൽ സാധ്യതകളുണ്ട് എന്നതാണ് ശ്രദ്ധേയം. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. 12 കളികളിൽ 18 പോയിന്റുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മാത്രമാണ് ഇതിനകം പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിച്ച ഏക ടീം. രാജസ്ഥാൻ റോയൽസ് 16 പോയിന്റുമായി രണ്ടാമതുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമുകൾ 14 പോയിന്റുകൾ വീതം നേടി 3-4 സ്ഥാനങ്ങളിലുണ്ട്. നിലവിൽ 3 പ്ലേ ഓഫ് സ്ഥാനങ്ങളാണ് ബാക്കിയുള്ളത്. ഇതിൽ രാജസ്ഥാൻ റോയൽസിനെ പോയിന്റ് നിലയിൽ മറികടക്കാൻ സാധ്യതയുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവർക്കും 12 കളികളിൽ 12 പോയിന്റുള്ള ലക്നൗ സൂപ്പർ ജയൻസിനുമാണ്. ലക്നൗ സൂപ്പർ ജയൻസ് അടുത്ത മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ അവർക്ക് പരമാവധി നേടാൻ സാധിക്കുന്ന പോയിന്റ് നേട്ടം 14 മാറും. ചെന്നൈ, ഹൈദരാബാദ് ഒഴിച്ചുള്ള ടീമുകൾക്കൊന്നും പിന്നീട് 16 പോയിന്റിലെത്താൻ സാധിക്കില്ല. ഇതോടെ 16 പോയിന്റുള്ള രാജസ്ഥാൻ പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കുകയും ചെയ്യും. നാളെയാണ് ലക്നൗ സൂപ്പർ ജയൻസിന്റെ അടുത്ത മത്സരം. ഋഷഭ് പന്ത് നയിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസാണ് ഈ കളിയിൽ രാഹുലിന്റെ ലക്നൌവിന്റെ എതിരാളികൾ. 2 മത്സരങ്ങൾ ജയിച്ചാൽ പ്ലേ ഓഫിലെത്താൻ സാധ്യതകളുണ്ട് എന്നതിനാൽ ഏത് വിധേനയും വിജയിക്കാനാകും അവരുടെ ശ്രമം. അതേസമയം ഡൽഹിക്കെതിരെ ലക്നൗ തോറ്റാൽ 2 മത്സരങ്ങൾ ബാക്കി നിൽക്കെ രാജസ്ഥാൻ റോയൽസ് ഔദ്യോഗികമായി പ്ലേ ഓഫിൽ പ്രവേശിക്കും. അതേസമയം ആദ്യ 2 സ്ഥാനങ്ങളിൽ ഒന്നിൽ ഫിനിഷ് ചെയ്യുകയാവും രാജസ്ഥാൻ റോയൽസിന്റെ ലക്ഷ്യം. ശേഷിക്കുന്ന 2 കളികൾ ജയിച്ചാൽ അവർക്ക് അത് സാധ്യമാവുകയും ചെയ്യും. ലീഗ് ഘട്ടത്തിലെ ആദ്യ 2 സ്ഥാനക്കാർ ഒന്നാം ക്വാളിഫയറിലേക്കാണ് യോഗ്യത നേടുക. ഇവർക്ക് ഫൈനലിലെത്താൻ 2 അവസരങ്ങൾ ലഭിക്കും. 2 മത്സരങ്ങളാണ് ലീഗിൽ ഇനി രാജസ്ഥാൻ റോയൽസിനുള്ളത്. മെയ് 15 ബുധനാഴ്ച നടക്കാനിരിക്കുന്ന അടുത്ത കളിയിൽ പഞ്ചാബ് കിങ്സിനെ നേരിടുന്ന സഞ്ജുവും സംഘവും മെയ് 19 ഞായറാഴ്ച അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയും ഇറങ്ങും.